കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്ന ആ ഒരു ടോണിലോ ഫ്രീക്വൻസിയിലോ ഇതുവരെ UDF നേതാക്കന്മാരെയോ അല്ലെങ്കിൽ UDF എന്തെങ്കിലും ഒരു കാര്യം എടുത്തു വെച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. അത് എന്റെ ചാനൽ കാണുന്നവർക്ക് വളരെ എവിഡന്റ് ആണ്. ഇത് ആരെന്ന് അറിയാത്ത ആളുകൾ ആരും ഉണ്ടാവില്ല, എങ്കിലും ചുമ്മാ ഒന്ന് പറയാണ്, ഇത് സീക്രട്ട് ഏജന്റ്. ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ ആരുമില്ല. ഒരു അസൽ കോൺഗ്രസ്സുകാരനാണ്, ഒരു ഒറിജിനൽ കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം തന്റെ രാഷ്ട്രീയം മാറ്റിവെച്ചു. ഇതുപോലുള്ള സീക്രട്ട് ഏജന്റിനെ പോലുള്ള കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ കേരളത്തിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, കേരളം ആരുടെ കയ്യിലേക്കാണ് ഇനിയും എത്തേണ്ടത്, കേരളം ആരാണ് ഇനിയും തുടർന്ന് ഭരിക്കേണ്ടത് എന്ന് ഇദ്ദേഹത്തിന് അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായി എന്നതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഈ വയനാട് ഫണ്ട് വിഷയം, വയനാട്ടിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ആപ്പ് ഉണ്ടാക്കി അല്ലാതെയും ഒക്കെ നാട്ടുകാരിൽ നിന്ന് പിരിച്ച UDF ഫണ്ട് വിഷയത്തിൽ 1-2 വീഡിയോസ് ഇപ്പൊ ചെയ്ത സമയത്ത് എന്നോട് പേഴ്സണലി എന്റെ ഇൻബോക്സിലായിട്ടും എന്നെ പേഴ്സണലി അറിയുന്ന കുറച്ച് പ്രോ കോൺഗ്രസ്റ്റ് ആയുള്ള ആളുകളും ഒക്കെ സംസാരിക്കുന്ന രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അതൊക്കെ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇത് തന്നെയാണ് എനിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്കത് എവിഡന്റ് ആയിട്ട് കാണാൻ സാധിക്കും. എന്റെ സനൂപ് താവോ എന്ന് പറയുന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നിരിക്കും എൻ്റെ പൊന്നു സുഹൃത്തെ. താങ്കൾ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിനെപ്പറ്റി പറയാൻ പാടില്ല. ചില ന്യായീകരണ ഓളികളൊക്കെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഞാൻ അവരോടൊക്കെ പേഴ്സണലി ചോദിച്ചത്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ന്യായീകരിക്കുന്നത്? എത്രയോ കുഞ്ഞുങ്ങളുടെ മേലെ കയറിന്നിട്ടല്ലേ നിങ്ങൾ ഈ ന്യായീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? വയനാട് വിഷയത്തിലെങ്കിലും നിങ്ങൾക്കൊന്ന് സത്യസന്ധരായിക്കൂടെ? ഞാനത് ചോദിക്കുന്നു. മറ്റുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ നുണ പറഞ്ഞോളൂ, ഈ ഗവൺമെന്റിനെ താഴെടുക്കാൻ വേണ്ടിയിട്ടുള്ള നുണകൾ മുഴുവൻ പറഞ്ഞോളൂ. ഈ ഗവൺമെന്റ് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാത്ത വിധത്തിൽ നുണ പറഞ്ഞോളൂ. പക്ഷെ വയനാട് അതൊരു വികാരമാണ്, നമ്മുടെ കേരളത്തിന്റെ ഒരു ഭാഗമാണെന്നേ. ഒരു ജനത മുഴുവൻ അവരുടെ കരച്ചിൽ ഇപ്പോഴും, ഞാൻ ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് രാജന്റെ വീഡിയോ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അങ്ങനെയുള്ള ആ ഒരു വിഷയത്തിലും എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ അണികൾ പോലും ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നതെന്ന് അത്ഭുതം തോന്നിപ്പോവാറുണ്ട്. എൻ്റെ പ്രൊഫൈൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ കോൺഗ്രസിനെതിരായിട്ടല്ല അനുകൂലമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കമ്മ്യൂണിസ്റ്റിനെതിരായിട്ടല്ല അനുകൂലമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർ വരണം. എതിര് പറയേണ്ട സമയത്ത് ഞാൻ അസല് പച്ചയ്ക്ക് എതിര് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒരു നിലപാട് ഞാൻ എടുക്കാറുണ്ട്. പക്ഷേ അവരോടൊക്കെ എനിക്ക് ഒരൊറ്റ ഉത്തരം കൊടുക്കാനുള്ളൂ. അവരൊക്കെ എന്റെ വീഡിയോ കണ്ടിട്ടാണല്ലോ എന്നോട് ചോദിക്കാൻ വരുന്നത്. അപ്പൊ വീഡിയോയിലൂടെ തന്നെ അവരോട് ഉത്തരം കൊടുക്കാം. നാട്ടുകാരുടെ 1 രൂപയെങ്കിലും നിങ്ങൾ പിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ആർ ബ്ലഡി റെസ്പോൺസിബിൾ ടു ടെൽ ദം എത്ര പിരിച്ചു, എന്തിനൊക്കെ ചെലവാക്കി. അത് ഏതെങ്കിലും ഒരു നോട്ടീസിന്റെ ബാക്കിൽ 4 കണക്ക് ചന്തയിൽ മറ്റേ ഉള്ളി 1 അല്ലെങ്കിൽ മുളക് 1 കിലോ അല്ലെങ്കിൽ ക്യാരറ്റ് 1/2 കിലോ ഇങ്ങനെ എഴുതി കൊണ്ടുവന്ന് പറയേണ്ട കണക്കല്ല. നിങ്ങൾ കണ്ടതല്ലേ. ഇനി ഇതെല്ലാം അവസാനം ഒരു കണക്കിന്റെ ഫോട്ടോ കൂടി ഞാൻ എടുത്ത് വെച്ചിരുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എങ്ങനെയാണ് കണക്ക് വെക്കേണ്ടത് എന്നുള്ളത്. അവരുടെ ഏതൊരു പോസ്റ്റിന്റെ പുറകിൽ 4 അക്ഷരം എഴുതി കൊണ്ടുവന്നിരിക്കരുതെന്നേ. മനസ്സിലായോ? ഒരു പാർട്ടി പിരിച്ച ഫണ്ടിന്റെ കാര്യമാണ് ചോദിക്കുന്നത്, അല്ലാതെ റോട്ടിന് മുകളിൽ പാട്ടപ്പിരിവ് എടുത്ത പൈസേന്റെ കണക്കല്ല ചോദിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോ എല്ലാം കൂടി കൊടുന്ന് തട്ടിയിട്ട് 1ന്റെ കോയിൻ ഇത്ര, 10ന്റെ നോട്ട് ഇത്ര എന്ന് പറയാൻ. അപ്പൊ ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. വയനാട്ടിൽ ടൗൺഷിപ്പിന് വേണ്ടി പിരിച്ച എക്സാക്ട് ഫണ്ട്, അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും വന്നിരുന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക, അതും ഈ ഇലക്ഷൻ സമയത്ത് എന്നുള്ളത് ഇറ്റ്സ് യുവർ ബ്ലഡി റെസ്പോൺസിബിലിറ്റി. ആ റെസ്പോൺസിബിലിറ്റി 1% പോലും കോൺഗ്രസ്സുകാർ പാലിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സമയം കഴിഞ്ഞു എന്നേ. ഇതാ ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഇലക്ഷനായി. അവരാ റെസ്പോൺസിബിലിറ്റി ചെയ്യുമായിരുന്നുവെങ്കിൽ ചെയ്യേണ്ട സമയം എത്രയോ കഴിഞ്ഞു പോയിരിക്കുന്നു. ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ലപോലെ ഉറപ്പ് തോന്നുന്നുണ്ട്. കാരണം ഇപ്പൊ തന്നെ അവസാനം ചെയ്യാൻ വേണ്ടിയിട്ട് KPCC പ്രസിഡന്റ് വന്നിരുന്നിട്ട് തലേ ദിവസം എഴുതി കൂട്ടി വെച്ച ഒരു കണക്കണ്ട് അവതരിപ്പിക്കുക ചെയ്തേ. എന്നിട്ട് ഒന്നും പറയില്ല. മനസ്സിലായോ?
അത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ തലയിൽ തന്നെയാണ്. അത് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി എന്താണ്? ഞാൻ സീരിയസ്ലി ഐ ആം ആസ്കിങ് യു, വാട്ട് ആർ യു അപ് ടു? നിങ്ങൾക്ക് ഒരു ടൗൺഷിപ്പ് പ്രൊജക്ടിന്റെ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ ക്രെഡിബിലിറ്റി ഈസ് ഗോയിങ് ഫോർ എ ടോസ്. സീരിയസ്ലി. ഇപ്പൊ എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു എക്സാക്ട് ഫിഗർ കിട്ടുന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ന്യൂസ് കണ്ടു തുടങ്ങിയത്. പക്ഷെ കിട്ടില്ല. ഇതിനകത്ത് KPCC പ്രസിഡന്റ് വന്നിരുന്ന് ഈ കണക്കുകൾ പറഞ്ഞ സമയത്ത് ഒരുപാട് മിസ്മാച്ചുകളും പിന്നെ അതിലും കൂടുതൽ ചോദ്യങ്ങളുമാണ് എന്റെ മനസ്സിലൂടെ പോയത്. അതൊരു പക്ഷേ ഈ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോയതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൂടെ പോയിട്ടുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരു പക്ഷേ നമ്മൾ മടുത്തുപോയി എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് എഗെയിൻ ഞാൻ പറയുന്നു, ഇതൊരു പോസ്റ്ററിന്റെ ബാക്കിൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന് പറയേണ്ട കാര്യമാണോ ഈ ഫണ്ട് എത്ര വന്നു, ഏത് രീതിയിൽ വന്നു, എങ്ങനെ ചെലവാക്കി എന്നുള്ളത്? ഇനി അതിന് വല്ല വ്യക്തത വരുത്തേണ്ടതുണ്ടോ? എന്റെ സുഹൃത്തുക്കൾ, ബാങ്ക് വഴിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ഔട്ട് തരും ബാങ്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കോൺഗ്രസിനെ പോലുള്ളൊരു പാർട്ടിക്കാർ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത്ര പ്രിന്റ് ഔട്ട് കിട്ടാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് പ്രിന്റ് ഔട്ട് നോക്കിയോ അല്ലെങ്കിൽ ബാങ്കിന്റെ എന്തെങ്കിലും സംഗതി നോക്കിയോ എഴുതിയിരുത്തതല്ല. ഇവര് കമ്മച്ച കണക്കുണ്ടാക്കി വെച്ചതാണ്. അത് 1% പോലും ശരിയാവണമെന്നില്ല. ഇതൊരു കമ്മച്ചൻ കണക്കാണ്. ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളാണ് മുമ്പിലിട്ട് ഇതൊരു കമ്മച്ചൻ കണക്കാണ് പറഞ്ഞു. ഇതൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു പ്രസന്റേഷൻ ആയിട്ട് ഒരു മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണ്ടേ? അതൊന്നുമില്ല. അപ്പൊ ഇതൊരു തട്ടുകൂട്ട് പരിപാടിയാന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. അത് നിങ്ങൾ ജനങ്ങളിൽ കൂടിയാണ് കാണിച്ചു കൊടുത്തു. സ്വയം കോമാളികളായി അല്ലേ? നമുക്ക് കുറച്ച് കാര്യങ്ങളിലൂടെ പോയേക്കാം. പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ടെടുത്ത ഭവന നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആകെ ലഭിച്ചിട്ടുള്ളത് അക്കൗണ്ട് വഴി ഒരു ജോയിന്റ് അക്കൗണ്ട്. എന്തായാലും ഇതോട് കൂടിയിട്ട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇദ്ദേഹത്തിന്റെ ബോധ്യമായി എന്നുള്ളതാണ്. ആർക്ക്? സീക്രട്ട് ഏജന്റ്. ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഇതൊരു കോൺഗ്രസ്സുകാരനാ, അസല് കോൺഗ്രസ്സുകാരനാ. ആ കോൺഗ്രസ്സുകാരൻ പോലും ഇതാ വൃത്തിയായിട്ട് പറയുന്നു, ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം ഇല്ല. അപ്പൊ ഇത്തവണ ഇദ്ദേഹം അടക്കം വോട്ട് മാറ്റി കുത്തുമെന്നർത്ഥം. ഇനി DYFI എന്ന് പറയുന്ന സംഘടന അവർ പിരിച്ച കണക്ക് കൊണ്ടുപോയി വെച്ച ഒരു രീതി കാണാം കേട്ടോ. 266 പേജുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതാ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. അടിയിൽ ചുവന്ന വട്ടമിട്ടിട്ടുള്ള ആ ഒരു പേജുകളാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. 20 കോടി പിരിച്ചതിന്റെ 20 കോടി ഗവൺമെന്റിനും മറ്റും കൊടുത്തതിന്റെയും മറ്റൊക്കെ ഉള്ള ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും നോട്ടീസിന്റെ പുറകിൽ എഴുതി കൊടുക്കുന്നതല്ല. വ്യത്യാസം മനസ്സിലാക്കണം. ബൈ.